ഞാൻ എങ്ങനെ ജീവിതത്തിനെ കാണണമെന്ന് നീയാണോ എനിക്ക് പഠിപ്പിച്ചത്? അല്ല. ഞാൻ സിനിമയെ എങ്ങനെയാണ് കാണേണ്ടത്, ഞാൻ ജീവിതത്തെ എങ്ങനെ കാണണം നീ എനിക്ക് പഠിപ്പിച്ചോ? അല്ലല്ല. സിനിമയെ കുറിച്ച് എന്റെ കാഴ്ചപ്പാടും ഞാൻ എങ്ങനെ സിനിമയെ അപ്രോച്ച് ചെയ്യുന്നുള്ളത് നീ എന്തിനാ എനിക്ക് പറഞ്ഞു തരുന്നത്? നീ കണ്ടുകൂടെ? അല്ലല്ല, അത് നിനക്ക് ഇത്രയും ആൾക്കാർ എനിക്ക് പ്രസ് മീറ്റിൽ നീ ജീവിതത്തിന് വളരെ സീരിയസ് ആയിട്ട് നീ ചെയ്യുന്ന ജോലി സീരിയസ് ആയിട്ടല്ലേ കാണുന്നത്? അതേ സീരിയസ്നെസ്സോടെ ഞാൻ ജോലി ചെയ്തു. ഇവിടെ ഏറ്റവും അച്ചടക്കത്തോടുകൂടി ജോലി. നീ പറഞ്ഞപ്പോ ഞാൻ കേട്ടോ, നിർത്ത്. നീ ഒരു വാഗ്വാദത്തിന് വന്നല്ലോ. അല്ലല്ലോ, നീ പറഞ്ഞത്. ഒരു പ്രസ് മീറ്റിൽ ധ്യാൻ ശ്രീനിവാസനോട് ചോദിച്ച ചോദ്യം കേട്ടോ. ഒരുപാട് പേരുടെ സ്വപ്നമായ ഒരു പടം അത് എടുക്കുമ്പോൾ സീരിയസ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടൂടെ? അല്ല, ഈ ചോദിക്കുന്ന ഊളകൾക്ക് എന്താണ് അതിനുള്ള യോഗ്യത? ധ്യാൻ ശ്രീനിവാസൻ വളരെ ബ്രില്യന്റ് ആക്ട്രസ് ആണ്. ധ്യാനിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് തന്നെ വളരെ തെറ്റാണ്. ഓരോ മനുഷ്യർക്കും ഓരോരോ സ്വഭാവ ക്യാരക്ടറാണ്. എന്റെ സ്വഭാവമായിരിക്കില്ല നിങ്ങൾക്ക്, നിങ്ങളുടെ സ്വഭാവമായിരിക്കില്ല മറ്റൊരാൾ. ധ്യാൻ എല്ലാ സ്റ്റേജ് ഷോയിലും പെർഫോമൻസിലും തന്റെ സിമ്പിളായ പച്ചയായ മനുഷ്യനായിട്ടാണ് കാണപ്പെടുന്നത്. തന്റെ അഭിപ്രായം ഒരു കുട്ടിത്തത്തിലൂടെയും ഒരു തമാശയിലൂടെയുമാണ് ധ്യാൻ അവതരിപ്പിക്കുന്നത്. എന്ന് വെച്ച് ചെലവ് ക്യാഷ് മുടക്കി ഒരു പടം എടുക്കുമ്പോൾ അതിനനുസരിച്ച മെച്യൂരിറ്റിയും കാര്യങ്ങളും ധ്യാൻ ജീവിതത്തിൽ കാണിക്കുന്നുണ്ട്. ഈ റിപ്പോർട്ടർ എന്ത്